Good morning, ladies and gentlemen. Welcome to your favorite. നമസ്കാരം, ഞാൻ നിങ്ങളുടെ മാർക്ക് സക്കർബർഗ്. 2024 ഫേസ്ബുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ഒരടുത്ത് പോലും ഒരു പതർച്ച പോലും കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ഞാൻ ജെട്ടിപ്പിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന, എല്ലാ അമ്മാവന്മാരും അമ്മായികളും യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ ഓണർ ഞാൻ തന്നെ. 2024 ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്ക് വേണ്ടി ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് അവരുടെ ഇമെയിൽ ID വെച്ചിട്ട് ഒരു സാധനം കണക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു ഇട്ടാവട്ടത്തിലാണ് ഈ സത്യം. അതായത് പിള്ളേരെയൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ട്രിക്കായിരുന്നു. പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും അത് തന്നെ വേണമെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഫ്രണ്ട്സ് ആവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ ഓപ്പൺ ആക്കി. ഇപ്പം ഒരുപാട് കാശുണ്ടാക്കി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എൻ്റെയാണ്, വാട്സാപ്പ് എൻ്റെയാണ് എന്ന് പറയേണ്ട പല പല കമ്പനികളിൽ എൻ്റേതാണ് ഗൈസ്. എന്തല്ലേ പെട്ടെന്നായിരുന്നു എല്ലാം. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ചീത്തപ്പേരുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ ചാറ്റ് കേട്ടോണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങളൊക്കെ പറയണ കുൽസികമൊക്കെ കേട്ടോണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ജട്ടിയുടെ പരസ്യം കാണിച്ചു തരുന്നു, നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പരസ്യവുമായി വരുന്നു. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കള്ളമാണ് ഏറെക്കുറെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതൊക്കെ തെറ്റിദ്ധാരണ, ഇതൊക്കെ അസൂയക്കാരാണ്. അന്ന് കുറേ എണ്ണമുണ്ട്, എനിക്കറിയാം. എവനൊക്കെ ഗൂഗിളിലുള്ളവന്മാർക്കൊക്കെ ഉണ്ട് കുറേ എണ്ണത്തിന്. പഴയ ഓർക്കുട്ടിനെ തകർത്തത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓണറിനും ചിലപ്പോൾ നമ്മളടുത്ത് ഒരു ചൊറി കാണുമായിരിക്കും. ഇവന്മാരൊക്കെ അടിച്ചിറക്കി വിടണയാണ്. പിന്നെ ഈ കോടതിയും കേസ്, ഇവന്മാർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേടേ, എൻ്റെ പുറകെ വരെയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഡേറ്റ എടുക്കാറുണ്ടോ? ഇവിടെ ആർക്കും അറിഞ്ഞൂടെ എല്ലാവരും ഡേറ്റ എടുക്കണമെന്നൊന്നും, അല്ല ഡേറ്റ എടുക്കാറില്ലെന്നും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഡേറ്റ എങ്ങനെ എടുക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട്, അല്ല അങ്ങനെയല്ല, നമ്മൾ മെറ്റ AI എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ വിട്ടിപ്പോൾ മെറ്റയിലോട്ട് കയറിയിരിക്കുകയാണ്. മെറ്റ വഴിയാകുമ്പോൾ നമുക്ക് എല്ലാവരുടെ ഡേറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ AI പ്രത്യേകത അതാണ്. അങ്ങനെയല്ല, ഈ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ മെറ്റ AI അടുത്ത് ചോദിക്കുക. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ മെറ്റ AI ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മെറ്റ AI അടുത്ത് ചോദിച്ചോ കേട്ടോ. ഇഷ്ടം പോലെ എത്രയൊക്കെ ചോദിക്കാൻ പറ്റും അതൊക്കെ ചോദിച്ചോ. എന്തൊക്കെ ചോദിക്കാൻ പറ്റും ഇഷ്ടം പോലെ ചോദിച്ചോ. അത് സൂപ്പറാണ്, അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയൊക്കെ തന്നെയൊക്കെ ചോദിക്കാം, അപ്പം പറഞ്ഞുതരും മെറ്റ AI. അപ്പോൾ നമ്മൾ മെറ്റ AIനെ എങ്ങനെ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ തന്നെ ഈ ഒരു ഐറ്റവുമായി വന്നത്. ഇതാണ് മെറ്റ ഗ്ലാസ് എന്ന് പറയുന്ന ഐറ്റം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, അത് കട്ട ഫെയിലിയർ ആണ്. ഇത് വേറെ കുറേ ആരും വാങ്ങിക്കാറില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് പ്രോഡക്റ്റ്. ഇത് ഏകദേശം അമേരിക്കയിൽ വന്ന് ഒരു $250 to $300 വരും. അത് പല പല മോഡൽസിലാണ് ഈ കാശ് കൂടുന്നത്. ഒരേ സമയത്ത് നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ മറ്റേ ഇരുട്ട് കണ്ണാടിയാവുന്ന ആ പരിപാടി തൊട്ട് നല്ല കറുത്ത ഗ്ലാസ് തൊട്ട് പല ഫങ്കി ടൈപ്സ് ഡിസൈൻസ് വരെ നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ കേസ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് കേസാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലൈറ്റ് ഇവിടെ കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ബാറ്ററി ഇൻഡിക്കേറ്റർ ആണ്. ആൻഡ് ഫുള്ളി ചാർജായി എന്നാണ് ഈ ഗ്രീനിൻ്റെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ തരുന്നത്. പിന്നെ ഇവിടെ മൂട്ടിലെ Type-C ചാർജിങ് ആണ് വരുന്നത്. ഈ വഴി നിങ്ങൾക്കിത് പെട്ടി ചാർജ് ചെയ്യാം. പെട്ടി ഈ ഒരു സാധനത്തിന് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഈ കണ്ണാടി വെച്ച് നിങ്ങൾക്ക് ലോഗോ ഒക്കെ കണ്ട് മെറ്റ AI ഇതെന്താണ്, മെറ്റ AI അതെന്താണ്, മെറ്റ ആ ഇരിക്കുന്ന ലാംഗ്വേജ് എന്താണ്, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. ഇതെല്ലാ ഡേറ്റയും നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം, വേണ്ടാത്തവർക്ക് സ്റ്റോറിങ് ഓപ്ഷൻ അണച്ച് വെക്കാം കേട്ടോ. അത് വിഷയമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഡേറ്റ എടുത്തുകൊണ്ടാൽ മതി. നമ്മൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ചുമ്മാ വിചാരിക്കുന്നത് നിങ്ങൾ വേണം ഇവിടെ എല്ലാവരും നമ്മളെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പിന്നെ ഈ സാധനം മെയിനായിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര നാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാണുന്നതും കൂടെ എന്തിനാണെന്ന് നമ്മൾ അറിയണ്ടേ. അയ്യോ അങ്ങനെയല്ല, ഈ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ക്യാമറ ഉണ്ട് കേട്ടോ. ഈ സാധനം കാണിച്ചു തരാം. ഞാൻ ഈ ഇടയ്ക്ക് സത്യം പറയണത്. അപ്പോൾ ഇതാണ് കണ്ണാടി ഗൈസ്. ഇതാണ് കണ്ണാടി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ക്യാമറയും ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് കത്തിക്കിടക്കും ഗൈസ്. നിങ്ങളത് മറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല, ഒരു രക്ഷയില്ല. ചില യൂട്യൂബുകളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് മറയ്ക്കാനുള്ള ഐഡിയ. പക്ഷെ അത് ആരും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിവസിക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ലൈറ്റ് തെളിയിക്കുന്നത്. ഈ തെളിയിക്കുന്ന ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നാട്ടുകാരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മറ്റവൻ എൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു ലൈറ്റ് ആണ്, എൻ്റെ അടുത്ത് ചോദിക്കാം, നിങ്ങൾ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിൽ അത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവനൊരു അടി കൊടുക്കുക, എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഇതിപ്പോൾ അമേരിക്കയിലും കാനഡയിലുമാണ് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ മെറ്റ AI എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ വേറെ റീജിയൻസിൽ
യൂസിലോട്ട് ഇതിലായിട്ട് വന്നിട്ടില്ല. അല്ലാത്തവന്മാർക്ക് ലൊക്കേഷനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ മെറ്റ എയിൽ വെച്ചിട്ട് ഒറ്റ കണ്ണാടി വെച്ചിട്ട് ഇതെന്തിനാണ് അതെന്തിനാണെന്ന് പറഞ്ഞ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷേ അതിന് വേണം മെനക്കെടണം, റീജിയനൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഗംഭീര കണ്ണാടിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടേതായിട്ട് ഒരു കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് സ്വിച്ച്, ഇതാണ് പവർ ഓൺ ആൻഡ് ഓഫ്. ഇതിപ്പോൾ ഓഫിലാണ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ പടപടാന്ന് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് റെഡി. ഓക്കെ, നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നിട്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഇതിങ്ങനെ റെഡി ആയത് പച്ച കത്തിയിരിക്കുന്നത് ഗൈസ്. പച്ച കത്തി കഴിഞ്ഞാൽ ഇത് സെറ്റായി എന്നാണ് എൻ്റെ അർത്ഥം. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് ഡിറ്റക്റ്റ് ആവും. നിങ്ങൾക്ക് ബാറ്ററി പറഞ്ഞു നിങ്ങൾക്ക് മെറ്റയുടെ അടുത്ത് തന്നെ ചോദിക്കാം, മെറ്റ എത്ര ബാറ്ററി ലൈഫായി എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ദ വെദർ ഇൻ ദുബായ്? In Dubai, it is currently mostly sunny. താങ്ക് യു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റീജിയൻ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് കാണുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം, നിങ്ങൾക്കൊരു ചെടിയുടെ ഒറിജിൻ അറിയണമെങ്കിൽ അങ്ങനെ, നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കാണണമെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന മെറ്റ വഴി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ഒരു ക്ലിക്ക് കഴിഞ്ഞാൽ അതൊക്കെ ലൈറ്റ് കത്തുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു. ക്യാമറ വാസ് കവേർഡ് ബൈ ഹിയർ. എൻ്റെ കൂന്തൽ കാരണം ഈ ക്യാമറ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അത് പറഞ്ഞു തരും നമുക്ക് കേട്ടോ. ഇപ്പോൾ നമ്മളൊന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ആവും. വീഡിയോ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റുന്നത് ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് നമ്മൾ മറച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവും. അത് വർക്കാവും. അതങ്ങനെ വർക്കായി. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് മറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കത്തൂല. എന്തായാലും അത് കത്തൂല. പിന്നെ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതേപോലെ ഇത് പാട്ട് കേൾക്കാൻ പറ്റും. നിങ്ങൾ സ്പോട്ടിഫൈ, നിങ്ങൾക്ക് വൺ ടാപ്പിൽ സ്പോട്ടിഫൈയോ ആമസോൺ മ്യൂസിക്കോ ആപ്പിൾ മ്യൂസിക്കോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. അതല്ല നിങ്ങൾക്ക് മെറ്റയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് ഒരു പാട്ട് ഇടടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാട്ട് ഇടുന്നതായിരിക്കും. ഏത് പാട്ടൊന്നും പറയരുത്, അതിൻ്റെ ദ്വാന്യാസത്തിൽ ഇടത്തേ ഉള്ളൂ. പിന്നെ ഈ സാധനത്തിൽ കൂടെ പാട്ട് കേൾക്കുന്നത് സൈഡിൽ കൂടെ പോകണവൻ തീർച്ചയായും കേൾക്കും. 100% ഇട്ടിട്ടാണ് കേൾക്കണമെങ്കിൽ, അത്യാവശ്യം 100% ഇട്ടാലേ നിങ്ങൾക്കെങ്കിലും എന്തെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത വശം നിങ്ങൾ സൈഡിൽ നിൽക്കുന്നവന് നിങ്ങളുടെ പാട്ട് കേൾക്കാം. നിങ്ങൾ എന്തെങ്കിലും കോൾ വരികയാണെങ്കിൽ അപ്പുറത്തേക്കുന്നവൻ പൂരത്തേറി വിളിച്ചാലും നിങ്ങൾക്ക് കേൾക്കാം. കടക്കാരൊക്കെ വിളിക്കുമ്പോൾ ഇത് വെച്ചിട്ട് സംസാരിക്കാതിരിക്കുക. ഫോണിൽ തന്നെ എന്നിട്ട് ഹലോ ചേട്ടാ ഞാൻ നാളെ കാഴ്ച തരാം എന്ന് പറയുക. അവരെ ചീത്തവിളി എന്തിനാണ് നാട്ടുകാരെ കേൾക്കുന്നത്. അതാണ് എനിക്കിവിടെ മേജർ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് ആയിരുന്നു റെക്കോർഡിങ് ടൈം കൊടുത്തിരുന്നത് വീഡിയോയ്ക്ക്. നമ്മൾ പുതിയ അപ്ഡേറ്റ് വെച്ച് 3 മിനിറ്റിലോട്ട് നമ്മൾ ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞു 1 മിനിറ്റ് പറ്റൂല. അതുകൊണ്ട് നമ്മൾ 3 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡിലേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എടുക്കുന്ന വീഡിയോകളൊക്കെ ഇത് ഇങ്ങനെ പറ്റുള്ളൂ, ഇതിങ്ങനെ പറ്റൂല, ലാൻഡ്സ്കേപ്പിൽ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനായിട്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിനെ പറ്റി പറയാൻ ഇത് കോമ്പാറ്റബിൾ വിത്ത് ഇൻസ്റ്റാഗ്രാമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്ന സമയത്ത് സൈഡിലായിട്ട് ഒരു കണ്ണാടിയുടെ ഒരു സൈൻ വരും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മലമൂട്ടിലോ കാട്ടിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാട്ടിൽ എന്തൊക്കെയാണ് കാണുക, കടുവ ചാടി കടിക്കാൻ പറഞ്ഞൊക്കെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ കണ്ണാടി വെച്ചിട്ട്. അപ്പം അതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അതേ സാധനങ്ങൾ ചെയ്യാം. നിങ്ങൾ കണ്ണാടി ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഇതുപോലെ സംസാരിക്കാം. വീഡിയോ കോൾ അപ്പുറത്തെ ആൾ നിങ്ങളുടെ കണ്ണടിയിൽ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പ്രത്യേകതകളുണ്ട്. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമുമായിട്ട് ഗംഭീരമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ വീഡിയോ, ഫോട്ടോസ്, മെറ്റ, AI തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ മറ്റേ ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ നോട്ടിഫിക്കേഷനൊക്കെ കണ്ടിട്ട് ഫ്രണ്ട് ഇത് സ്റ്റാർ ട്രെക്കും സ്റ്റാർ വാർസും ഒന്നും അല്ല. അത് കുറച്ചും കൂടെ വർഷങ്ങൾ കഴിയണം. അത് ആപ്പിൾ ആദ്യം ഇറങ്ങും. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്. ഇന്ത്യയിൽ നമ്മൾ കൊണ്ടുവരും വില കുറഞ്ഞിട്ട്, അത് വേറെ കാര്യം. പക്ഷെ താൽക്കാലികമായിട്ട് ഈ ഫ്രണ്ടിൽ കൂടെയൊന്നും ഒന്നും വരില്ല. നമ്മൾ ആ മെറ്റ AI തന്നെ ഉണ്ടാക്കിയത് നമുക്കറിയാം എന്തൊരു പാടാണെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ഗംഭീര പ്രോഡക്റ്റാണ്. വില കൂടുതലാണ് ഗൈസ്. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം. ഒരു പെൺകുട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു മെനുവിൻ്റെ വീഡിയോ POV ഷോട്ട് എടുക്കുന്നതിന് വേറൊരു പയ്യൻ ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സാധനം ഒരു ഫോൺ വന്നുകയാണ്. ഫോൺ ഞാൻ എടുക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ വഴി തന്നെ സംസാരിക്കും. പക്ഷേ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവന് വട്ടാണോ എന്ന് ചോദിക്കും. ഇവ എന്താടാ ഒറ്റയ്ക്ക് എന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കണേന്ന് ചോദിക്കും. ബിക്കോസ് നമ്മളെല്ലാവരും ഒന്നെങ്കിൽ ചെവിയിൽ നോക്കും ബ്ലൂടൂത്ത് ഉണ്ടോ എന്ന്. ഈ കണ്ണാടിയും വെച്ചിട്ട് ആളെ അസുഖം തന്നെടാ ഇത് നടക്കൂല. അപ്പോൾ അതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് വില കൂടിയ ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് POV ഷോട്ട്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഇത് വെറും ഇന്ത്യയിലൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഇമ്പോർട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു 30,000-40,000 രൂപയാവും. ആ കാശ് നിങ്ങൾക്ക് വേറെ പലതും മേടിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അധികമായിട്ടുള്ള കാശുണ്ടെങ്കിൽ മേടിച്ച് വെക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. പിന്നെ ഇന്ത്യ, UAE പോലത്തെ സ്ഥലങ്ങളിൽ ഇത് ലീഗലല്ല.
അതായത് ഇത് മേടിച്ച് യൂസൊക്കെ ചെയ്യുക, അതിനൊന്നും വിഷയമൊന്നുമില്ല. ആരെങ്കിലും വായിക്കാത്ത പോയിട്ട് വീഡിയോ എടുത്തിട്ട് അവർ അത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഇട്ടത് കണ്ടിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാണല്ലോ അത് ഇട്ടത് എന്ന് പറഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൈമലത്തും. അമേരിക്കയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അമേരിക്ക കാനഡ പോലത്തെ സ്ഥലങ്ങളിൽ നമ്മുടെ കൺട്രോളിലാണ്, നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഇന്ത്യയിലും ഈ പറയുന്ന UAE-യിലൊക്കെ അറബികളെയും ബാക്കിയുള്ളവരെയൊക്കെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് അത് ഇൻ്റർനെറ്റിൽ ഇട്ടിട്ട് അവർ വല്ല പ്രശ്നമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണിക്കും, കേട്ടല്ലോ. അതുകൊണ്ട് അത് സൂക്ഷിച്ച് കണ്ടിരിക്കുക. നിങ്ങളെ ഫാമിലി ഗ്യാതറിങ്, അതുപോലെ ഫ്രണ്ട്സുമായിട്ടുള്ള ഗ്യാതറിങ്, ഏതെങ്കിലും വളരെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വിത്ത് പെർമിഷൻ ആൾക്കാരുടെ അടുത്ത് പറയുക, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് ഗൈസ്, എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു കൂട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ. അതുകൊണ്ട് അതൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടു നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ഇനി നിങ്ങളുടെ മാർക്ക് സക്കണ്ടൻ അടുത്ത മാർക്ക് സക്കണ്ടൻ പ്രോഡക്റ്റുമായി വരുന്നതായിരിക്കും. അത് നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ് ആയിരിക്കും, അല്ല, എനിക്ക് പറഞ്ഞത് അടുത്ത പ്രോഡക്റ്റ് എന്തിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും. സതീഷ് 2015 അവനൊരു തലയിൽ മറ്റേ തേക്കണ ഓയിലിൻ്റെ ഒരു പരസ്യം ഇൻസ്റ്റാഗ്രാമിൽ ഉടനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗംഭീര പ്രോഡക്റ്റാണ്. ഇറ്റ് ലുക്ക് സ്റ്റൈലിഷ് ഓൾസോ. ഇതിപ്പോൾ വെളുത്ത മറ്റേ ഇങ്ങനത്തെ കണ്ണാടി ആയതുകൊണ്ട്, പക്ഷെ നല്ല ജില്ല് കറുത്ത കണ്ണാടിയൊക്കെ ആണെങ്കിൽ നല്ല മുട്ട ലുക്കായിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും അതൊന്ന് ക്യാമറ അല്ലേ അതിൻ്റെ അത് എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ യെസ് അബ്സല്യൂട്ട്ലി യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചാട കാണിക്കുക. ഞാൻ സക്കണ്ടൻ പോകുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അവന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ദാറ്റ് ഇസ് ഓൾ അപ് ടു യു ഗൈസ്. ഇത് നിങ്ങളുടെ പ്രവറാണ്. പക്ഷേ ലൈക്ക് ചെയ്യുക, പാവം ജീവിച്ചോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു ഗൈസ്. അപ്പോൾ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ. അയ്യോ എല്ലാം